Hi friends, എല്ലാവർക്കും ലീവിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഒരു പുതിയ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നതാണ്. ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് വരെ തറയായിട്ട് ഞാനിത് ട്യൂട്ടോറിയലായിട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളാണെങ്കിലും ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളാണെങ്കിലും വളരെ ഈസി ആയിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അധികം സംസാരിച്ച് നമ്മുടെ സമയങ്ങൾ കളയുന്നില്ല. ഓരോ സ്റ്റെപ്പുകളിലേക്ക് നമുക്ക് പോകാം. അതിനെ നമ്മുടെ ട്യൂട്ടോറിയൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ജിമെയിൽ അക്കൗണ്ട്. ഇതിൻ്റെ ഒരു വളരെ തറവായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പോയി കാണണമെങ്കിൽ ഐ ബട്ടണിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. എന്തായാലും നമുക്കൊരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഫോണിലാണ് ചെയ്യുന്നത് വെച്ചാൽ ഫോൺ ഞാൻ ഇവിടെ സൈഡിൽ കാണിച്ചു തരാം. ഫോണിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ഫോണിലെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. മോസില്ലയോ ഫയർഫോക്സോ ഏതാണോ അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ നിങ്ങൾ സെർച്ച് ചെയ്യുക. കമ്പ്യൂട്ടറിലാണെങ്കിൽ നേരെ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ക്രിയേറ്റ് ഗൂഗിൾ അക്കൗണ്ട് സെർച്ച് ചെയ്യുക. ഫോണിലാണെങ്കിൽ ഇങ്ങനെ സെർച്ച് ചെയ്തതിന് ശേഷം അവിടെ സൈഡിൽ കാണുന്ന ഒരു ഓപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവിടെ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ വെബ്സൈറ്റ് മോഡ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് മോഡ് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോണിൽ കിട്ടും. എന്നിട്ട് അതിൽ കണ്ടിന്യൂ ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നിന്നുള്ള സ്റ്റെപ്പൊക്കെ ഒരേപോലെ തന്നെയാണ്. ഫോണിൽ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുന്നു, ഡെസ്ക്ടോപ്പ് മോഡിൽ ഇടുന്നു. ബാക്കി സ്റ്റെപ്പൊക്കെ ഇതുപോലെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഗൂഗിൾ നമ്മൾ കൊണ്ടുപോകുന്നത് ഒരു പുതിയ ജിമെയിൽ ID ഉണ്ടാക്കാനുള്ള ഒരു സ്ക്രീനിലേക്കാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കണം, ലാസ്റ്റ് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ @gmail.com ഉണ്ടാവല്ലോ, അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം നമ്മൾ ആഗ്രഹിക്കുന്നത്. പിന്നെ പാസ്വേഡ് 2 പ്രാവശ്യം ടൈപ്പ് ചെയ്യണം. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാനിതൊക്കെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഫില്ല് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എല്ലാ ബോക്സും ഫില്ല് ചെയ്തിട്ട് ഞാൻ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ബോക്സിൽ നമ്മുടെ മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓപ്ഷനാണ്, വേണമെങ്കിൽ മതി, കൊടുക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ സെക്യൂരിറ്റിക്കും നല്ലതാണ്. ഓക്കെ, സെക്യൂരിറ്റിക്ക് ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ റിക്കവറി ഇമെയിൽ അഡ്രസ്സ്, അതായത് നമ്മൾ അഥവാ നമ്മുടെ ജിമെയിലിൻ്റെ പാസ്വേഡ് മറന്നുപോയി അല്ലെങ്കിൽ ജിമെയിൽ അക്കൗണ്ട് ഹാക്കായി, അപ്പോൾ നമുക്ക് ഗൂഗിളിൻ്റെ സപ്പോർട്ട് ലിങ്കും കാര്യങ്ങളും റീസെറ്റ് പാസ്വേഡും എല്ലാം വരുന്നത് ഈ ഒരു ഓപ്ഷണൽ ഇമെയിലിലേക്കാണ്. ഇത് നിങ്ങളുടെ കയ്യിൽ ആദ്യമേ ഉള്ള ഒരു ഇമെയിൽ കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നമ്മുടെ മൊബൈൽ നമ്പറും ഇതും ടൈപ്പ് ചെയ്യണം. പിന്നെ താഴെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യണം. പിന്നെ ജെൻഡർ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യട്ടെ. ഞാൻ ഡാറ്റ ഒക്കെ ഫില്ല് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതുപോലെ ഒരു സ്ക്രീൻ എനിക്ക് വന്നു. നമ്മുടെ മൊബൈൽ നമ്പർ ഗൂഗിളിന് വെരിഫൈ ചെയ്യണം അത്ര. അപ്പോൾ അവരൊരു കോഡ് അയക്കും, അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അത് കോഡ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് കോഡ് വന്നിട്ട് ടൈപ്പ് ചെയ്യാനുള്ള ആ ബോക്സ് അവിടെ വരും. കോഡ് ടൈപ്പ് ചെയ്തതിനു ശേഷം വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനിയുള്ളതൊക്കെ യെസ് കൊടുക്കുക, എഗ്രി വരുന്നതൊക്കെ എഗ്രി കൊടുക്കുക, അങ്ങനെ പോവാം. ഫോണിലും ഇതേപോലെ തന്നെ ആയിട്ട് ഞാൻ പറഞ്ഞില്ല, ബ്രൗസർ ഡെസ്ക്ടോപ്പ് സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഫോണിലും ഇതേ സെറ്റപ്പാണ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാനുള്ളത്. ഇനി അഗ്രി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ സക്സസ് ആണ്. നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ആയി, ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ആയി, നമുക്ക് വെൽക്കം സ്ക്രീൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മെത്തേഡ് എന്താണ്? യൂട്യൂബിലേക്ക് പോകണം. അവിടെ നമുക്കൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്ട് ക്രിയേറ്റ് എ ചാനൽ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഫോണിലാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ആപ്പിൽ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് കമ്പ്യൂട്ടറിലാകുമ്പോൾ യൂട്യൂബിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ചെയ്യാൻ പറ്റും. ഫോണിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ മൊസില്ല ഫയർഫോക്സിലാണെങ്കിൽ നമുക്ക് അതിനകത്ത് www.youtube.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചിട്ടും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫോണിലാണെങ്കിൽ യൂട്യൂബിൻ്റെ ആപ്പിൽ പോയിട്ട് ചെയ്യാൻ പറ്റും ക്രിയേറ്റ് ചാനൽ. കമ്പ്യൂട്ടറിലാണെങ്കിൽ നമുക്ക് വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഫോണിലും നമുക്ക് വെബ്സൈറ്റ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ മൊസില്ല ഫയർഫോക്സ് ബ്രൗസറിൽ പോയിട്ട് വെബ്സൈറ്റ് ടൈപ്പ് ചെയ്ത് കയറണം. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോ മെത്തേഡുകൾ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇവിടെ ഈ ഒരു മെനു പോയാൽ യൂട്യൂബ് അവിടെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നേരെ യൂട്യൂബിൽ പോകാം. അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു അഡ്രസ് ബാറിൽ www.youtube.com എന്ന് ക്ലിക്ക് ചെയ്താലും ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താലും ഇവിടെ എത്തും. ഓക്കെ, അപ്പോൾ മുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ജിമെയിൽ ID തന്നെയാണോ ഇവിടെ ഉള്ളത് നോക്കുക. അപ്പോൾ ഇവിടെ ലൈവിൻ്റെ ആണ്, നമ്മുടെ ചാനലിൻ്റെ ആണ്. നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ജിമെയിൽ ID ആണ് അവിടെയെങ്കിൽ അതാണ് നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ സ്വിച്ച് അക്കൗണ്ട് ചെയ്ത് ആ ഒരു അക്കൗണ്ടിലേക്ക് നമുക്ക് കയറണം. അതിനിവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, സ്വിച്ച് അക്കൗണ്ട്. യൂട്യൂബിൻ്റെ മൊബൈൽ ആപ്പിൽ നിങ്ങളിത് ചെയ്യുമ്പോഴും ഇതേ സെറ്റപ്പാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഇതുപോലെ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്ഷൻ വരും. അവിടെ സ്വിച്ച് അക്കൗണ്ട് ഉണ്ടാകും. നമ്മുടെ ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയ അക്കൗണ്ടിലല്ലെങ്കിൽ ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സ്വിച്ച് അക്കൗണ്ട് ചെയ്തിട്ട് ഞാൻ അക്കൗണ്ടിലേക്ക് കയറാൻ പോവാണ്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ അക്കൗണ്ടിലേക്ക് പാസ്വേഡും ഒക്കെ അടിച്ചിട്ട് അതിലേക്ക് കയറാൻ പോവാണ്. സ്വിച്ച് അക്കൗണ്ട് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ആഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ആഡ് അക്കൗണ്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ജിമെയിൽ ഐഡിയും പാസ്വേഡും ഒന്നും കൂടി ടൈപ്പ് ചെയ്ത് അത് ഉപയോഗിച്ചിട്ട് നമ്മൾ യൂട്യൂബിലേക്ക് കയറാം. മൊബൈൽ ആപ്ലിക്കേഷനിലാണെങ്കിലും ഇതേ സ്റ്റെപ്പാണ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാനുള്ളത്. വേറെ ഒരു മാറ്റവും നിങ്ങൾക്ക് അവിടെ
വരുന്നില്ല. അപ്പോൾ എൻ്റെ എല്ലാ ഒരു ജിമെയിൽ ഐ ഡികളും ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തത്, ഇപ്പോൾ ഞാൻ ബിൽഡ് ചെയ്തത് ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ അവർ ഓക്കെ എന്നോട് പാസ്വേഡ് ചോദിച്ചിട്ടില്ല. നിങ്ങളോട് പാസ്വേഡ് ചോദിക്കുകയാണെങ്കിൽ പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഞാനിവിടെ വീണ്ടും എൻ്റെ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് തന്നെയാണ് ഇവർ വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടി ഞാൻ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുകയാണ്. നമുക്ക് നേരെ നമ്മുടെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ജിമെയിൽ തന്നെ നമുക്ക് കയറണം. ഇപ്പോൾ അതവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, മൈ പെറ്റ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ ആ ഒരു ജിമെയിൽ അക്കൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ക്ലിക്ക് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തതിനാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ജിമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് യൂട്യൂബിലേക്ക് കയറാനാണ്. എൻ്റെ കയ്യിൽ കുറേ ജിമെയിൽ ഐ ഡി എൻ്റെ ഫോണിലും എൻ്റെ കമ്പ്യൂട്ടറിലും ഉള്ളത് കൊണ്ടാണ് പലതും മാറി മാറി വരുന്നത്. അങ്ങനെ മാറി വരുമ്പോൾ സ്വിച്ച് അക്കൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് അക്കൗണ്ട് ചെയ്ത് അതിലേക്ക് കയറിയാൽ മതി. ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത, അതായത് നമുക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ജിമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് യൂട്യൂബിൻ്റെ മൊബൈൽ ആപ്പിലും വരിക. ഇവിടെ ക്രിയേറ്റ് ചാനൽ എന്ന് കണ്ടോ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇമെയിൽ ഐ ഡി നമ്മളിവിടെ വരുത്തിച്ചു. സ്വിച്ച് അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് ആഡ് അക്കൗണ്ട് ചെയ്തിട്ട് ഇവിടെ വന്നു. ഇനി ഇവിടെ ക്രിയേറ്റ് ചാനൽ എന്ന ഈ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഒറ്റ ക്ലിക്കിൽ നമ്മുടെ ചാനൽ അങ്ങോട്ട് ക്രിയേറ്റ് ആവും. ഇത് തന്നെയാണ് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലും ചെയ്യാനുള്ളത്. ഇവിടെ നമുക്ക് ചാനൽ ലോഗോ അപ്ലോഡ് ചെയ്യണം. ഇവിടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കണം, ചാനലിൻ്റെ പേര്. ഓക്കെ, ഞാനിവിടെ പേര് ജസ്റ്റ് ഒന്ന് മാറ്റുകയാണ്. പെറ്റ്സ് വേൾഡ് 2021 എന്നാക്കിയിട്ടുണ്ട്. ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യുക, ഫയൽസിൽ പോയിട്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ഫോട്ടോ സെലക്ട് ചെയ്തു. ഇനി ഡണ്ണ് ക്ലിക്ക് ചെയ്യുക. ഒരു ഫോട്ടോ അപ്ലോഡ് ആകും. ഫോട്ടോ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള ആ ഒരു ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും. ക്രിയേറ്റ് ചാനൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാനൽ ക്രിയേറ്റ് ആയി. ഇത്രേ ഉള്ളൂ. നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്തു, ആദ്യം ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തു. പിന്നെ നമ്മൾ യൂട്യൂബിൽ പോയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ജിമെയിൽ ഐ ഡിൻ്റെ യൂട്യൂബ് നമ്മൾ ഓപ്പൺ ചെയ്തു. അതിൽ നമ്മൾ റൈറ്റ് സൈഡിലെ ഓപ്ഷൻസിൽ പോയിട്ട് ക്രിയേറ്റ് ചാനൽ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് പേര് കൊടുത്തിട്ട് ചാനൽ ക്രിയേറ്റ് ആക്കി. നമ്മുടെ ചാനലിൻ്റെ ഒരു ഹോം പേജ് നമുക്ക് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ചാനലിൻ്റെ പേര് കാണാൻ പറ്റും. സബ്സ്ക്രൈബേഴ്സ് ഇല്ല. ഓക്കെ, നമുക്കിവിടെ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല. നമുക്ക് കുറച്ച് കാര്യങ്ങളും സെറ്റിങ്സും എല്ലാം നോക്കാനുണ്ട്. ഇതിൻ്റെ അഡ്മിൻ, കൺസോൾ, പാനൽ ഒക്കെ നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ മൊബൈൽ ഫോണിലാണെങ്കിലും ഇതുപോലെ 2 ബട്ടൺ മുകളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് കസ്റ്റമൈസ് ചാനൽ, ഒന്ന് മാനേജ് വീഡിയോസ് മാനേജ് ചെയ്യാനാണ്. ഇനി നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യം, യൂട്യൂബിലെ ഒരു അഡ്മിനിക്ക്, യൂട്യൂബ് ചാനലിൻ്റെ ഒരു അഡ്മിനിക്ക് അയാളെ യൂട്യൂബ് ചാനൽ മാനേജ് ചെയ്യാൻ യൂട്യൂബ് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം, ഒരു വെബ്സൈറ്റാണ്, ഒരു ടൂളാണ്, ഒരു ആപ്ലിക്കേഷനാണ് യൂട്യൂബ് സ്റ്റുഡിയോ. യൂട്യൂബ് സ്റ്റുഡിയോൻ്റെ ആപ്പ് നമുക്ക് മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ വെബ്സൈറ്റ് നമുക്ക് മൊബൈൽ ഫോണിലും ഓപ്പൺ ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടറിലും ഓപ്പൺ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്ക് മൊബൈൽ ഫോണിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അത് കണ്ടതിന് ശേഷം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ആദ്യം നമ്മൾ നമ്മുടെ മൊബൈൽ ബ്രൗസർ ഓപ്പൺ ആക്കിയതിന് ശേഷം അവിടെ studio.youtube.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇനി ഗൂഗിൾ നമ്മളോട് നമ്മുടെ ജിമെയിൽ ഐ ഡിയും അതിൻ്റെ പാസ്വേഡും ചോദിക്കും. അത് കറക്റ്റായി ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്താൽ നമ്മളെ നേരെ കൊണ്ടുപോകുന്നത് യൂട്യൂബ് സ്റ്റുഡിയോ വെബ്സൈറ്റിലേക്കാകും. ഇത് ഡെസ്ക്ടോപ്പ് മോഡിൽ കിട്ടുവാൻ വേണ്ടി ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അവിടെ ഡെസ്ക്ടോപ്പ് സൈറ്റ് സെലക്ട് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾ സക്സസ്ഫുള്ളായി നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് മൊബൈൽ ഫോണിൽ നിന്ന് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് നമ്മൾ മൊബൈൽ ഫോണിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക എന്നുള്ളത്. ഇനി നമുക്ക് അതേ സംഭവം തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ചെയ്യാം. അതിനുശേഷമുള്ള സ്റ്റെപ്സ് ഒക്കെ നിങ്ങൾ മൊബൈൽ ഫോണിൽ ഫോളോ ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ കാണിച്ചു തരുന്ന സ്റ്റെപ്സ് തന്നെയാണ്. ആകെ വ്യത്യാസം ഈ ഓപ്പൺ ചെയ്യുന്ന ഭാഗം മാത്രമാണ് വ്യത്യാസം. ഇതിൽ ഓപ്പൺ ചെയ്യാൻ കസ്റ്റമൈസ് ചാനൽ ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇവിടെ പോയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്താൽ മതി. നമുക്കിവിടെ കസ്റ്റമൈസ് ചാനൽ ക്ലിക്ക് ചെയ്ത് പോകാം. അല്ലെങ്കിൽ നമുക്കിവിടെ പോയിട്ട് ഈ ലോഗോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. മൊബൈൽ ഫോണിലും ഇതുപോലെ ഓപ്ഷൻ ഉണ്ട്, പക്ഷേ ഓപ്ഷൻ നേരെ ക്രിയേറ്റർ സ്റ്റുഡിയോൻ്റെ ആൻഡ്രോയിഡ് ആപ്പിലേക്കാണ് പോകുക. ഇവിടെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ചാനലിനെ പറ്റിയിട്ടുള്ള എല്ലാ സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു സെക്ഷനാണ് യൂട്യൂബ് സ്റ്റുഡിയോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ബേസിക് സെറ്റിങ്സ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓൺലി ബേസിക്, കാരണം കൂടുതൽ സെറ്റിങ്സ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നില്ല. നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടും. കൂടുതൽ സെറ്റിങ്സും എങ്ങനെയാണ് ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതും ഞാൻ നെക്സ്റ്റ് വീഡിയോസായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്കിവിടെ 2 വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിൽ നോക്കാം. നമുക്ക് ആദ്യം പോകേണ്ടത് നമ്മുടെ സെറ്റിങ്സിലേക്കാണ്. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബേസിക് സെറ്റിങ്സ് നമ്മുടെ ചാനലിൽ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് വരുമ്പോൾ തന്നെ നമുക്കിവിടെ കറൻസി $US എന്ന് കാണാൻ പറ്റും. $ലാണ് നമുക്ക് ഗൂഗിൾ പൈസ അയച്ചു തരിക. പക്ഷേ നമുക്ക് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഈ കൺസോൾ ഉണ്ടല്ലോ, ഈ കൺസോളിൽ നമുക്ക്
ഒമാനി റിയാൽ, സൗദി റിയാൽ, ഇന്ത്യൻ മണി, ഏത് രാജ്യത്തിന്റെ കറൻസി ആയിട്ട് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. നമുക്ക് നമ്മുടെ വരുമാനം പെട്ടെന്ന് മനസ്സിലാകാനാണ്. നമുക്ക് അയച്ചു തരൽ എന്തായാലും ഡോളറിലാകും, പക്ഷേ സ്റ്റുഡിയോയിൽ നോക്കുമ്പോൾ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇന്ത്യൻ മണി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപയാണ് കിട്ടിയത് കറക്റ്റായിട്ട് ഇന്ത്യൻ മണിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് സെലക്ട് ചെയ്യുക. ഞാൻ തൽക്കാലം ഒമാനി റിയാൽ സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇനി ചാനലിൻ്റെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൺട്രി ഓഫ് റെസിഡൻസ് ഉണ്ട്. കൺട്രി ഓഫ് റെസിഡൻസ് എന്താണ്? നമ്മൾ ഇന്ത്യ. ഓക്കെ, ഇനി ഇതാണ് മെയിനായിട്ട് വേറൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്, ചാനൽ കീവേഡ്സ്. അത് നമ്മുടെ ചാനൽ എന്തിനെ പറ്റിയിട്ടാണോ പറയുന്നത് അതിനായിട്ടുള്ള സ്പെഷ്യൽ കീവേഡ്സ് നമ്മളിവിടെ അപ്രോപ്രിയേറ്റ് കീവേഡ്സ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ പെറ്റ്സ് ചാനലാണ്, അതുകൊണ്ട് പെറ്റ്സ്, ക്യൂട്ട്, ആനിമൽസ് ഇങ്ങനെ നമുക്ക് കോമ ഇട്ടിട്ട് 500 ക്യാരക്ടർ ലിമിറ്റാണുള്ളത്. അതിനകത്ത് പെടുന്ന അത്യാവശ്യം ടാഗുകൾ നിങ്ങളിവിടെ കൊടുക്കുക, കീവേഡ്സ്. ഇനി അഡ്വാൻസ് സെറ്റിങ്സ്, ഇവിടെ നമ്മൾ കിഡ്സിന് വേണ്ടിയിട്ടുള്ള ചാനലാണെങ്കിൽ എസ് കൊടുക്കുക, കിഡ്സിന് അല്ലാത്ത ചാനലാണെങ്കിൽ നോ കൊടുക്കുക. ഇനി എല്ലാ വീഡിയോക്കും ഈ സെറ്റിംഗ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഐ വാണ്ട് ടു റിവ്യൂ ഫോർ എവറി വീഡിയോ കൊടുക്കുക. ഞാനിവിടെ എൻ്റെ എല്ലാ വീഡിയോയും കിഡ്സിനല്ല, അതുകൊണ്ട് നോ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഓട്ടോമാറ്റിക് ക്യാപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അതായത് നമ്മുടെ വീഡിയോയിൽ പറയുന്ന നമ്മൾ സംസാരിക്കുന്ന ഡയലോഗ് യൂട്യൂബ് ഓട്ടോമാറ്റിക്കായിട്ട് ടെക്സ്റ്റായിട്ട് സബ് ടൈറ്റിലായിട്ട് കൊടുക്കും. ആ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന സബ് ടൈറ്റിൽ മോശം വാക്കുകൾ റോബോട്ടിൻ്റെ ഭാഗത്ത് നിന്ന് അറിയാതെ വന്നിട്ടുണ്ടാകും, സോഫ്റ്റ്വെയറിൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ അങ്ങനത്തെ വാക്കുകൾ വരുമ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാനാണ്. ഒക്കെ അപ്പോൾ അത് നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മോശം വാക്കുകൾ അറിയാതെ റോബോട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൈഡ് ചെയ്യപ്പെടും. ഇനി നമുക്ക് സബ്സ്ക്രൈബർ കൗണ്ടാണ്. അത് ആളുകൾക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ ഈ ടിക്ക് ഓൺ ആക്കുക, കാണിച്ചു കൊടുക്കണമെങ്കിൽ ഈ ടിക്ക് ഓഫ് ആക്കുക. അപ്പോൾ ഞാൻ എൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് ആളുകൾ കണ്ടുകൂടാ, അതുകൊണ്ട് ടിക്ക് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്ന വ്യൂവേഴ്സിന് അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് പരസ്യങ്ങൾ യൂട്യൂബ് കാണിച്ചു കൊടുത്തോട്ടെ എന്നുള്ള ഒരു അനുവാദമാണ് ചോദിക്കുന്നത്. അങ്ങനെ അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് പരസ്യങ്ങൾ അവർ കാണിച്ചു കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ ഇത് ഓണാക്കുക. അവർക്ക് അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് പരസ്യങ്ങൾ കാണിച്ചു കൊടുത്തോട്ടെ എന്നുണ്ടെങ്കിൽ ഇത് ടിക്ക് കൊടുക്കാതെ വെക്കുക. ഇനി ഫീച്ചർ എലിജിബിലിറ്റി ആണ്. ഇവിടെ നമുക്ക് ഫീച്ചേഴ്സ് ദാറ്റ് റിക്വയർ ഫോൺ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. നമ്മുടെ യൂട്യൂബിലെ കുറേ ഫീച്ചേഴ്സ് ആയിട്ടുള്ള 15 മിനിറ്റിന് മുകളിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക, നമുക്ക് ഇഷ്ടപ്പെട്ട തമ്പനെയിൽ ആഡ് ചെയ്യുക, ലൈവ് സ്ട്രീമിങ് ചെയ്യുക, നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിമും സ്ട്രൈക്കൊക്കെ വരുമ്പോൾ അതിനെ അപ്പീൽ ചെയ്യുക. അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യണം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു OTP വരും. അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ ഓക്കെ ആവും. ഇതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അത് മുകളിൽ ഐ ബട്ടണിലേക്ക് കാണാൻ പറ്റും. അത് കണ്ടിട്ട് നിങ്ങൾ ഈ വെരിഫിക്കേഷനും നിങ്ങൾ എന്തായാലും ചെയ്യുക. ഇനി അപ്ലോഡ് ഡിഫോൾട്ടാണ്. ഇത് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്കതിൽ ഡിഫോൾട്ടായിട്ട് വരേണ്ട കാര്യങ്ങളാണ്. ടൈറ്റിൽ നമുക്ക് ഡിഫോൾട്ടായിട്ട് ഇതിൽ കൊടുക്കാം. ഡിഫോൾട്ട് എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ഓട്ടോമാറ്റിക്കായിട്ട് വരും, അത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ വിസിബിലിറ്റി എപ്പോഴും പ്രൈവറ്റ് ആക്കി വെക്കുക. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് പബ്ലിക്കായി പോകണ്ട, പ്രൈവറ്റായി ഇരുന്നോട്ടെ. നമുക്ക് ആവശ്യമുണ്ടാകുമ്പോൾ അതെന്ത് ചെയ്യുക, പ്രൈവറ്റാക്കി പബ്ലിക്കാക്കി കൊടുക്കുക. അങ്ങനെയാണ് ഞാനും ചെയ്യാറ്, ഒട്ടുമിക്ക എല്ലാവരും ചെയ്യാറ് അതാണ്. അതുകൊണ്ട് പ്രൈവറ്റ് ആക്കി തന്നെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് ടാഗ്സ്, നമുക്ക് എല്ലാ വീഡിയോക്കും ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഫില്ല് ആവേണ്ട ടാഗ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സെറ്റിംഗ്സിൻ്റെ ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോവുകയാണ്. ഓക്കെ, അഡ്വാൻസ് സെറ്റിംഗ്സിൽ നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ളത് നമ്മുടെ കാറ്റഗറി പെറ്റ്സ് ചാനലാണ്. അപ്പോൾ പെറ്റ്സ് ആൻഡ് ആനിമൽസ്, ബാക്കി നിങ്ങളുടെ കാറ്റഗറി നിങ്ങൾ സെലക്ട് ചെയ്യുക. വീഡിയോ ലാംഗ്വേജ് ഞാനിപ്പോൾ തൽക്കാലം ഒരു ലാംഗ്വേജ് ഒന്നും ഉദ്ദേശിക്കുന്നില്ല, ഞാൻ നോട്ട് അപ്ലിക്കബിൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് ഞാൻ ഇംഗ്ലീഷിലാണ് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഒക്കെ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ കമൻസിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഹോൾഡ് പൊട്ടൻഷ്യലി ഇൻഅപ്രോപ്രിയേറ്റ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് കൂടും. ഇതിപ്പോൾ ഹോൾഡ് പൊട്ടൻഷ്യലി ഇൻഅപ്രോപ്രിയേറ്റ് എന്ന് തന്നെ ഇരിക്കട്ടെ. ഞാൻ അടുത്ത വീഡിയോയിൽ കറക്റ്റായിട്ട് സെറ്റിംഗ്സിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഇനി പെർമിഷൻസ്, കമ്മ്യൂണിറ്റി അഗ്രിമെൻറ്റ്സ്, കുറേ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തൽക്കാലം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് സേവ് ചെയ്യാം. ഇനി കസ്റ്റമൈസേഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ ബ്രാൻഡിങ്ങിൽ യൂട്യൂബിൻ്റെ ബാനർ ഇമേജ് ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മുകളിൽ ഐ ബട്ടണിൽ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ വീഡിയോ വാട്ടർമാർക്ക് ഉണ്ട്. വീഡിയോ വാട്ടർമാർക്ക് നമുക്കൊരു വാട്ടർമാർക്ക് നമ്മുടെ വീഡിയോയുടെ താഴെ വരാൻ വേണ്ടി അപ്ലോഡ് ചെയ്യാൻ പറ്റും. അത് തൽക്കാലം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാനിവിടെ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തൊരു ഇമേജ് ഉണ്ട്. അത് നമുക്ക് സബ്സ്ക്രൈബ് ബട്ടൺ ഞാൻ ഇവിടെ കാണിച്ചു തരാം. സബ്സ്ക്രൈബ് ബട്ടൺ സ്ക്വയർ PNG എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പബ്ലിഷ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പബ്ലിഷ് ആകും. അതിന് മുന്നേ നമുക്ക് പറയാൻ പറ്റും വീഡിയോ മൊത്തം അത് കാണിക്കണോ, അതോ ഒരു എൻ്റർ വീഡിയോ അത് കാണിക്കണോ, അതോ വീഡിയോൻ്റെ അവസാനം കാണിക്കണോ, അതോ നമ്മൾ നിശ്ചയിച്ച സമയത്ത് മാത്രം കാണിക്കണോ, അതൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. തൽക്കാലം നമുക്ക് പബ്ലിഷ് ചെയ്ത് നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ
എൻഡ് ചെയ്യാം. കാരണം അത്യാവശ്യം സമയമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടും എല്ലാ ഒരു ബേസിക് സെറ്റിങ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലെ ബാക്കി കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോസ് ആയിട്ട് ഞാൻ എന്തായാലും ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സ്ക്രീനിൽ അത് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്കിൽ കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ എന്തായാലും അതിനുള്ള ഡൗട്ട്സ് ക്ലാരിഫിക്കേഷൻ ഞാൻ എന്തായാലും ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ബൈ ഫ്രം 𝙎𝙃𝘼𝙍𝙀.